ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒരാളെ കൊണ്ട് ട്രിപ്പ് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ, ഒരു കടയുടെ മുന്നിൽ. അപ്പോൾ അയാൾ നോക്കുന്ന സമയത്ത് അയാളുടെ പോക്കറ്റിൽ പൈസ ഇല്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിൽക്കിട്ടോ മോനെ, ഞാൻ കടയിൽ പോയിട്ട് പൈസ എടുത്ത് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അയാൾ കയറി പോകുന്ന സമയത്ത് ചില ഗുണ്ടകൾ അയാളെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ, എന്താ പറ്റിയത്? ഇവർ ഗുണ്ടകളെ മോനെ എന്നെ ആക്രമിക്കാൻ നോക്കാൻ. അപ്പോൾ സച്ചി നല്ല രണ്ടാൾക്ക് എല്ലാവർക്കും നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അവർ ഓടുന്നുണ്ട്, സച്ചിയുടെ അടി കൊണ്ടപ്പോൾ അവർ ഓടുന്നുണ്ട്. പിന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ രാഷ്ട്രീയ ഗുണ്ടക്കാരാണ് മോനെ, എൻ്റെ ഈ കട പകുതി വിലയ്ക്ക് ചുളിവിന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സാറിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തോളൂ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവർക്ക് രാഷ്ട്രീയക്കാരുടെ പിൻബലമുണ്ട് മോനെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ സാറേ ഈ കട കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് പറയാനുള്ളത് സച്ചി വീട്ടിൽ ചെന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛാ അത് നല്ല കടയാണ് കേട്ടോ, നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, AC ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, നല്ല നല്ല കടയാണ്, നല്ല ഷോറൂമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ശ്രുതി ഇറങ്ങി വരുന്നത്, കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ആ കട എടുക്കണം എന്നൊരു ആഗ്രഹം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അപ്പുറത്തുനിന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ശ്രുതിയേട്ടന് പറ്റിയ കട, ഒരു പണിയില്ലല്ലോ, വെറുതെ AC റൂമിൽ ഇരുന്നാൽ മതിയല്ലോ, ഒരു പണിയും ചെയ്യണ്ടല്ലോ, വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാവണുണ്ട് കേട്ടോ. ആ കട എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പിന്നെ ആ കടയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ കട എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും രേവതിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി എല്ലാവർക്കും ആ കട വലിയ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, എൻ്റെ മോൻ സച്ചിക്ക് മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല, അവൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് നല്ല കട നോക്കി തിരഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും സച്ചി എന്തോ അവൻ്റെ പൈസ കൊടുത്തിട്ടാണ് ശ്രുതിക്ക് ഈ കട വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ജാതി തോന്നുന്നുണ്ട് കേട്ടോ, ഒരുമാതിരി തോന്നിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം, ഇനി ശ്രുതി എത്ര നാൾ ഈ കടയിൽ ഇരിക്കും എന്നൊക്കെ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.